ഹായ് ഗായ്സ്, ഇന്നലെ രാത്രി ഞങ്ങൾക്കൊരു മുട്ടൻ പണി എന്നിട്ടാണ് ഇവിടെ പോകുന്നത്. രാത്രി കുളിക്കാൻ വെള്ളം ചൂടാക്കിയത്. ആ ചൂടുവെള്ളം ബക്കറ്റിലോട്ട് ഒഴിക്കേണ്ടതിന് പകരം അവളെ കാലിലോട്ട് ഒഴിച്ച് കാല് മൊത്തം പൊള്ളിക്കോണം വന്നിരിക്കുക. പിന്നെ രാവിലെ പുതുപ്പള്ളിയിലുള്ള ഒരു ക്ലിനിക്കിലേക്ക് ഇവളെ കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് അവിടെ ഡോക്ടർ ഇല്ലെന്ന്. പിന്നെ അവിടുത്തെ നേഴ്സുമാർ പറഞ്ഞ് നിങ്ങൾ നേരെ ജനറൽ ഹോസ്പിറ്റലിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ റോഡ് തൊട്ടേ ക്യൂ നിൽക്കുക ചീട്ട് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ, അവിടെ പോയി നിന്ന്. അപ്പോഴാണ് ദാണ്ടെ ഇവരെ രണ്ടുപേരെയും കണ്ടത്. അവർ ഈ കാണുന്ന സ്നേഹമൊന്നും പിന്നില്ലായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇടിയായിരുന്നു. പിന്നെ അവരുടെ അച്ഛൻ വന്ന് അവരെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ചീട്ട് കിട്ടി. ടോക്കൺ നമ്പറാണെങ്കിൽ 156. ഒരമുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ ഈ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി തന്നെ ഇരുന്നു. ഡോക്ടർ അതിൻ്റെ ഇടയ്ക്ക് റൗണ്ട്സിന് പോയേക്കുമായിരുന്നു. പിന്നെ ഡോക്ടർ വന്ന് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ആ കുമള കുത്തി ഇരിക്കുന്നത് പൊട്ടിച്ചിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു. ഡ്രസ്സിങ് റൂമിൽ പോയി. അപ്പോഴത്തേക്ക് പുള്ളി അവളോട് സംസാരിച്ചുകൊണ്ട് തന്നെ അതങ്ങ് ഞെക്കി പൊട്ടിച്ച്. ഇവളാണെങ്കിൽ കിടന്ന് കരയുന്നൊന്നുമില്ല, ഈ ഒരു എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇവളവിടെ പൊളിച്ച് അടുക്കുമെന്ന്. പക്ഷേ ഈ ഒരു എക്സ്പ്രഷൻ അല്ലാതെ വേറൊന്നും വന്നില്ല. ഞാനായിരുന്നെങ്കിൽ അവിടെ പൊളിച്ച് അടുക്കി വേണേൽ അവർക്കിട്ടൊരു ചവിട്ടും കൊടുത്തേനെ. പിന്നെ അവളവിടെ ഇരുത്തിയിട്ട് ഞാൻ മരുന്നൊക്കെ മേടിക്കാൻ പോയി. അത് കഴിഞ്ഞപ്പോൾ പാവമല്ലേ, രാവിലെ ഒന്നും കഴിക്കാതെയാണ് വന്നത്. പിന്നെ ഒരു ബേക്കറി കയറി ഇവക്കൊരു ഷേക്കും പിന്നെ ലൈമും പിന്നെന്തുവാ ഈ സാൻഡ്വിച്ചും ഇതും കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് പോകാനുള്ള ബസ് അപ്പത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കയറി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു ഗൈസ്.